നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുപ്പലി അനുസ്മരിച്ചിട്ട് 2 ദിവസങ്ങൾ മാത്രം കടന്നുപോയി. സ്നേഹത്തോടെ കർത്താവിൻ്റെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ വർഷം നമ്മൾ ജൂബിലി വർഷം കൂടിയായിട്ട് പ്രത്യാശയുടെ മഹാജൂബിലി നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. പ്രത്യാശ എന്ന് പറയുന്നത് കേവലം എല്ലാം ഭംഗിയായി പോകുമെന്നുള്ള ഒരു നല്ല സ്വപ്നം മാത്രമല്ല എന്ന് നമുക്കറിയാം. പ്രത്യാശ എന്ന് പറയുന്നത് എൻ്റെ കൂടെ നടക്കുന്ന ദൈവം എനിക്ക് ഉറപ്പായിട്ട് കൂട്ടായിട്ടുണ്ട് എന്നുള്ള അടിയുറച്ച ബോധ്യമാണ് നമുക്കറിയാം. ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് മാർ യോഹന്നാൻ ശ്ലീഹായെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ് നമുക്കറിയാം. മിശിഹായോട് ചേർന്നിരുന്ന, മിശിഹായ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്ന യോഹന്നാൻ്റെ തിരുനാൾ ദിവസം തന്നെ കൈവപ്പ് വഴി പ്രിയങ്കരനായ മിശംശാന ജോസഫ് പ്ലാക്കാലിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്ന പരിപാവനമായിട്ടുള്ള കൂദാശയിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നതെന്ന് നമുക്കറിയാം. യോഹന്നാനെ പോലെ എപ്പോഴും മിശിഹായോട് ചേർന്നിരിക്കുവാൻ ഉള്ള വിളിയാണ് പൗരോഹിത്യൻ്റെ വിളിയെന്ന് നമുക്കറിയാം. ഇന്ന് സ്വീകരിക്കുന്ന ഈ മഹനീയമായ ദാനം ഒളിമങ്ങാതെ പ്രഭചോരാതെ ജീവിതാന്തം വരെ കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ തീക്ഷ്ണമതികളായ പുരോഹിതന്മാരുടെ ഇടയിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പൗരോഹിത്യ സ്വീകരണ വേദിയിലേക്ക് ഒരു ശംശാന കടന്നു വരുന്നത് നീണ്ട വർഷങ്ങളുടെ പരിശീലനത്തിൻ്റെ അന്ത്യത്തിലാണെന്ന് നമുക്കറിയാം. ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം വർദ്ധിക്കും തോറും അതിനായുള്ള പരിശീലനത്തിൻ്റെയും ദൈർഘ്യം കൂടും. ഇക്കാലം അത്രയും പ്ലാക്കാലിൽ ജോസഫ് മിശംശാനയുടെ പൗരോഹിത്യ സ്വപ്നങ്ങളെ നിങ്ങൾ ഓരോരുത്തരും, വീട്ടുകാരും ഇടവക്കാരും പരിചയക്കാരും സുഹൃത്തുക്കളും പ്രാർത്ഥനയിലൂടെ പരിപോഷിപ്പിക്കുകയായിരുന്നു. തുടർന്നും വിശുദ്ധിയോടുകൂടി കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിക്കുവാൻ അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കാലം അത്രയും മിശംശാന സ്വപ്നം കണ്ട ആ വലിയ ദാനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ പൂർത്തിയാവുന്നത്. മിശംശാന മാത്രമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ആയ ജോമോനും മിനിയും, അതുപോലെ തന്നെ വല്യപ്പച്ചൻ വല്യമ്മച്ചിയും മറ്റ് സഹോദരങ്ങളും മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പ്രാർത്ഥനാപൂർവം കണ്ട ഒരു സ്വപ്നമാണിത് നമുക്കറിയാം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈ ദിനത്തെ ഓർത്ത്. അവിടുത്തെ കാരുണ്യത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ കൂദാശയിൽ പങ്കെടുക്കാം. ഇന്നത്തെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലുമെല്ലാം എത്ര സമുന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് പുരോഹിതൻ ഏറ്റെടുക്കുന്നത് എന്നുള്ള സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളോടെല്ലാം ഒപ്പം തന്നെ സഭാപിതാവായ മാർ ജോൺ ക്രിസോസ്റ്റം പുരോഹിതനെ പറ്റി പറയുന്ന വാക്കുകൾ നമ്മളെ എപ്പോഴും ചിന്തിപ്പിക്കുന്നതാണ്, നമ്മുടെ ധ്യാനത്തിന് അനുയോജ്യമാണ്. സഭാപിതാവ് പറയുന്ന ഇപ്രകാരമാണ്: അല്ലയോ പുരോഹിത, ഭൂമിയിൽ രാജാവിനേക്കാൾ നീ ശ്രേഷ്ഠനാണ്. ഒരു രാജാവ് തൻ്റെ പ്രജകളുടെ ശരീരത്തിൻ്റെ കാവൽക്കാരനാണ്. എന്നാൽ നീയോ നിന്റെ ജനത്തിൻ്റെ ആത്മാക്കളുടെയും. രാജാവിന് തൻ്റെ പ്രജകളെ ശാരീരിക ദണ്ഡനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാവും. എന്നാൽ നീയോ ആത്മാവിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു. രാജാവ് തൻ്റെ അധികാരത്തിൻ്റെ ബലം പ്രയോഗിക്കുമ്പോൾ നീയോ ഉപദേശത്തിൻ്റെ സാന്ത്വനം നൽകുന്നു. അദ്ദേഹം മാരകമായ ആയുധങ്ങളേന്തി ശത്രുവിനെതിരെ പടപൊരുതുമ്പോൾ നീ ആത്മീയ ആയുധങ്ങളുമായി സാത്താനെ നേരിടുന്നു. അതുകൊണ്ടാണ് രാജാവ് തൻ്റെ ശിരസ് നിന്റെ കരങ്ങൾക്കുള്ളിൽ വെച്ചു തരുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ മാത്രമല്ല, എല്ലാ സഭാപിതാക്കന്മാരുടെയും
മറ്റ് വിശുദ്ധരുടെയും പൗരോഹിത്യ ദർശനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അത് പുരോഹിതന് നിത്യപുരോഹിതനായ ഈശോയോടുള്ള അദമ്യമായിട്ടുള്ള ബന്ധമാണ്. ഒരാളും തന്നിൽ തന്നെയല്ല, ഈശോയോടുള്ള ബന്ധത്തിലാണ് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഒറ്റ പുരോഹിതനേ ഉള്ളൂ, ഏക പുരോഹിതനായ മിശിഹ. നിസ്സാരരായ വൈദികര് ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുക മാത്രമാണ് ചെയ്യുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഈ സത്യം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു ക്രിസ്തീയ വിശ്വാസിയും ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. മാമോദീസ എന്ന കൂദാശ വഴിയായി പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരാകുന്ന ഒരാൾ ഇത്തരത്തിൽ തായ് തണ്ടായ ഈശോയോട് അഭേദ്യം ചേർന്ന് നിൽക്കണമെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് ദൈവജനത്തെ പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പുരോഹിതൻ മിശിഹായോട് എത്രമാത്രം ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഈശോയോട് ചേർന്ന് ഞാനും ഈശോയും രണ്ടല്ല ഒന്നാണ് എന്ന് പറയത്തക്ക വിധം ഈശോയോട് ഒന്നാകാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ. വിശുദ്ധ പൗലോസിൽ അതുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്, ഇനി ഞാനല്ല എന്ന മിശിഹായാണ് ജീവിക്കുന്നതെന്ന് പറയാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും. ഈ മഹോന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്, കഴിഞ്ഞ വർഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 21 കർദിനാൾമാരെ പ്രഖ്യാപിച്ച അനുഭവമാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും അവസാനത്തെ കർദിനാൾ ഞാനാണ്. എൻ്റെ പേരായിരുന്നു 21ാമത്തേത്. ആ അവസരത്തിൽ പിതാവ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് കണ്ടെങ്കിലും എനിക്കൊരു സൂചനയും നൽകിയില്ല. ഞാൻ ഈ പ്രഖ്യാപനത്തിന് ശേഷം പിതാവിനെ 2 ദിവസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ ഒരു കാര്യത്തെപ്പറ്റി, പ്രത്യേകിച്ച് യാത്രകൾ ഒരുക്കുന്ന വ്യക്തി എന്ന നിലയിൽ പലതവണ എൻ്റെ മനസ്സിൽ വന്നിട്ടും ഞാനത് ദൈവത്തിൽ നിന്ന് വരുന്നതാണോ എന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ അതേപ്പറ്റി ധ്യാനിക്കുകയും ചെയ്തു. അവസാനം ഞാൻ എടുത്ത തീരുമാനമാണ് വിനയത്തോടെ മുൻപോട്ട് പോവുക. പ്രിയപ്പെട്ട മിശംസാന ജോസഫ്, എനിക്ക് ഇന്ന് പങ്കുവെക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉപദേശം തന്നെയാണ്. കിട്ടിയത് ദാനമാണെന്ന്, എന്നും ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിനയത്തിൻ്റെ വഴിയിലൂടെ പോവുക എന്നുള്ളതാണ് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അന്തസ്സത്തെയും വിജയത്തിൻ്റെ രഹസ്യവും. ഇക്കാലം അത്രയും പ്രിയപ്പെട്ട മിശംസാനെ ഒരുക്കിയ എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് കുറിച്ചി സെൻറ്റ് തോമസ് മൈനർ സെമിനാരി, അതുപോലെ തന്നെ മംഗലപ്പുഴ സെമിനാരിയിലെ വൈദിക ശ്രേഷ്ഠരെ, അധ്യാപകർ, പിന്നീട് റോമിൽ ഉള്ള പരിശീലന കാലഘട്ടത്തിൽ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പിതാവും അദ്ദേഹത്തിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവച്ച 2 വൈദികരിവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ നമുക്ക് അനുസ്മരിക്കാം. ഒരു പുരോഹിതനും തനിക്ക് തന്നെ വേണ്ടി പുരോഹിതനാവുന്നില്ല എന്ന് നമുക്കറിയാം. ഏറ്റവും പ്രധാനമായി ഈശോയ്ക്ക് വേണ്ടിയും ഈശോ വഴിയുമാണ് നാം ഓരോരുത്തരും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുന്നതും ഉയർത്തപ്പെടുന്നതും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കലും വിസ്മരിക്കാതിരിക്കേണ്ടത്, അർപ്പിക്കപ്പെടുന്ന ബലി, ഈ അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന മുറിക്കപ്പെടുന്ന അപ്പവും അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള മിശിഹാ സാന്നിധ്യവും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുള്ള
ഈശോ സാന്നിധ്യവും. ഒരു പുരോഹിതനായി അച്ഛൻ്റെ മുമ്പിൽ വരുന്നവർ അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനായിട്ട്, അവർക്ക് സാന്ത്വനം നൽകുവാനായിട്ട് ഉള്ള വലിയ ഉത്തരവാദിത്വം, അത് ബലിയർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിസ്മരിക്കാതിരിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ മദർ തെരേസ പറഞ്ഞത്, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ 5 വിരലിൽ ഒരുക്കാമെന്ന്. യു ഡിഡ് ഇറ്റ് ടു മീ. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ബലിയർപ്പണത്തിൽ അപ്പം മുറിക്കുന്ന ആ അപ്പം തന്നെയാണ്, ആ തിരുശീശോയുടെ തിരുശരീരം തന്നെയാണ് പുറത്ത് വേദന അനുഭവിക്കുന്നതെന്ന് വിസ്മരിക്കാതിരിക്കുവാനായിട്ട് ശംശാനിക്ക് സാധിക്കട്ടെ. നമ്മളെല്ലാവരെയും നിത്യപുരോഹിതനായ മിശിഹ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.